മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലെ ചികിത്സയൊക്കെ കഴിഞ്ഞ് വരുന്ന കണ്ണനെയും മഹാലക്ഷ്മിയും കാത്ത് മോഹിനിയമ്മ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കരുണാലയത്തിലെത്തുന്ന കണ്ണൻ വീൽ ചെയറിൽ വരുന്നത് കണ്ടിട്ട് മോഹിനിയമ്മയ്ക്ക് ശരിക്കും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഉള്ളിൽ വേദന കടിച്ചമർത്തിക്കൊണ്ട് മഹാലക്ഷ്മിയോട് ചോദിക്കുന്നു, ഇത്തവണത്തെ ചികിത്സയിലും വലിയ പുരോഗതിയൊന്നും ഉണ്ടായില്ലേ എന്ന് ചോദിക്കുമ്പം പുരോഗതിയൊക്കെ ഉണ്ടായോ ഇല്ലയോ എന്ന് അകത്ത് കയറിയതിന് ശേഷം പറയാമെന്ന് പറഞ്ഞ് കണ്ണനാണെങ്കിൽ എണീറ്റ് നടന്ന് കാണിക്കുന്നുണ്ട്. അത് കണ്ട് മോഹിനിയമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നെങ്കിലും തൊട്ട് പിന്നാലെ പ്രതാപനും മുത്തശ്ശിയും വീട്ടിലേക്ക് വരുന്നു. അവരെ കണ്ടതും മോഹിനിയമ്മ ഓടിച്ചെന്ന് കണ്ണനോടും മഹാലക്ഷ്മിയോടും പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മറഞ്ഞു നിൽക്കണം, മുത്തശ്ശിയും പ്രതാപനും വന്നിട്ടുണ്ടെന്ന്. അതും പ്രകാരം കണ്ണനും മഹാലക്ഷ്മിയും മറഞ്ഞു നിൽക്കുന്നുവെങ്കിലും കണ്ണൻ്റെ വീൽ ചെയർ അകത്തിരിപ്പുണ്ട്. എന്നാൽ കണ്ണനില്ല. ഇനി ശരിക്കും അവ എണീറ്റ് നടക്കാൻ തുടങ്ങിയോ എന്നുള്ള സംശയം മുത്തശ്ശിയും പ്രതാപനെ അലട്ടുന്നുണ്ട്. തക്ക സമയത്ത് മോഹിനിയമ്മ എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞൊപ്പിച്ച് ആ പ്രശ്നം അങ്ങ് കോംപ്രമൈസ് ആക്കുന്നു. അങ്ങനെ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ നിന്ന് കരുണാലയത്തിൽ വന്ന കണ്ണനും മഹാലക്ഷ്മിയും ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കമലേശ്വരം തറവാട്ടിലേക്ക് ചെല്ലുന്നു. കമലേശ്വരം തറവാട്ടിലേക്ക് ചെല്ലുമ്പോൾ കണ്ണൻ വീണ്ടും വീൽ ചെയറിൽ വരുന്നത് കണ്ടിട്ട് കരുണയ്ക്കും ദുർഗയ്ക്കും ഉണ്ണിക്കുമൊക്കെ ഉള്ളിൽ സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. കരുണയല്ലേ ആള്, കുത്തുവാക്കുകൾ കൊണ്ട് മഹാലക്ഷ്മിയെ വേദനിപ്പിക്കുന്നു. ഇത്തവണത്തെ ചികിത്സയിലും ഒരു പുരോഗതി ഉണ്ടായില്ലല്ലേ, പിന്നെ ആരെ കാണാൻ വേണ്ടിയിട്ടാ ചികിത്സയുടെ പേര് മാസം തോറും നിങ്ങൾ ഇവിടുന്ന് പോന്നേന്നാ എനിക്കറിയാൻ വയ്യാത്തെ എന്ന് പറയുമ്പം മഹാലക്ഷ്മി കരുണയോട് പറയുന്നു, സൂക്ഷിച്ച് സംസാരിക്കണം, പുരോഗതി ഉണ്ടായാലും ഇല്ലേലും അത് എന്നെയും കണ്ണേട്ടനെയും മാത്രം ബാധിക്കുന്ന കാര്യമല്ലേ, പിന്നെ നിങ്ങൾക്കെന്തിനാണ് ഇത്രയധികം വിഷമമെന്ന് ചോദിക്കുമ്പോൾ ദുർഗാമ്മ പറയുന്നു, ചുമ്മാ ഇവനെ എണീപ്പിച്ച് നടത്താമെന്ന് മോഹന വാഗ്ദാനമൊക്കെ കൊടുത്ത് നീ ഇവനെ പറഞ്ഞ് മയക്കി വെച്ചിരിക്കുമല്ലേ, അത് വിശ്വസിച്ച് ഇവൻ നിൻ്റെ അടിമയായി മാറുകയും ചെയ്തു. സ്വത്തും പണവും എല്ലാം എഴുതി മേടിച്ചില്ലേന്ന് ചോദിക്കുന്ന സമയത്ത് കണ്ണനാണെങ്കിൽ ദുർഗയ്ക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട്. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ എൻ്റെ സ്വത്തുക്കൾ എഴുതി കൊടുക്കും, നിങ്ങളുടെ ആരുടെയും സ്വത്തുക്കളൊന്നും അല്ലല്ലോ ഞാൻ എഴുതി കൊടുത്തത്, പിന്നെ എനിക്ക് മാറ്റം ഉണ്ടായാലും ഇല്ലേലും എൻ്റെ ഭാര്യ എന്നെ ചതിച്ചാലും ചതിച്ചില്ലെങ്കിലും അത് എന്നെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. സ്വത്തും പണമൊന്നും മോഹിക്കാതെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നവരും ഈ ലോകത്തുണ്ടെന്ന് പഠിപ്പിച്ചത് മാർക്കോയും അനന്തവും ലേഖയും മഹാലക്ഷ്മിയൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണെന്നൊക്കെ കണ്ണൻ പറയുന്നത് കേട്ടിട്ട് ഉണ്ണിക്കും ദുർഗയ്ക്കും കരുണയ്ക്കൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. കണ്ണനാണെങ്കിൽ അകത്തേക്ക് കയറിപ്പോകുമ്പം കരുണയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നു, എത്ര ചികിത്സിച്ചാലും അയാൾ ഇനി ഒരിക്കലും എണീറ്റ് നടക്കാൻ പോകുന്നില്ല. അപ്പം ഉണ്ണിയും പറയുന്നുണ്ട്, അതുമാത്രമാണ് ഏക ഒരു ആശ്രയം, ഇനി അയാളും കാണാൻ എണീറ്റ് നടക്കാനും കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെയൊക്കെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അധികം താമസിക്കാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞും കൂടി വന്നു കഴിഞ്ഞാൽ അവളുടെ അഹങ്കാരം അതുകൊണ്ട് അവസാനിക്കുമെന്ന് ദുർഗാമ്മയും പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ കണ്ണനാണെങ്കിൽ എണീറ്റ് നടക്കാൻ തുടങ്ങി എന്നുള്ള വാർത്ത സാഗർ വന്ന് പറഞ്ഞതിന് ശേഷം എത്രയും പെട്ടെന്ന് മഞ്ജുവിന് കണ്ണേട്ടനെ നേരി കാണണം, അതായത് കണ്ണേട്ടൻ എണീറ്റ് നടക്കുന്നത് കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. കുട്ടിക്കാലം മുതലേ കണ്ണേട്ടൻ വീൽ ചെയറിൽ ഇരിക്കുന്നത് മാത്രമാണ് മഞ്ജു കണ്ടിട്ടുള്ളത്. എണീറ്റ് നടക്കുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് കണ്ണനെ വിളിക്കുന്നുണ്ട് നമ്മുടെ മഞ്ജു. അങ്ങനെ മഞ്ജു ചോദിക്കുന്നുണ്ട്, എനിക്ക് കണ്ണേട്ടനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, സാഗരേട്ടൻ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞു എന്നും ഞാൻ എവിടെ വന്നാൽ കാണാൻ പറ്റും, എന്തായാലും കമലേശ്വരം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്കും ചേട്ടനൊന്നും ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നു, കമലേശ്വരം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്ത് അവകാശമുണ്ടോ അതേ അവകാശം തന്നെ നിനക്കും ഈ വീട്ടിലുണ്ട്, കാരണം നീ എൻ്റെ സഹോദരിയാണ്. ഉണ്ണിക്കും കരുണയ്ക്കും നിൻ്റെ അമ്മയ്ക്കൊക്കെ ഈ വീട്ടിൽ എന്ത് അധികാരമുണ്ട് അത് തന്നെ നിനക്കും ഉണ്ട്. സാഗറിൻ്റെ നിരപരാധിത്വം മനസ്സിലായ സ്ഥിതിക്ക് നിന്നെയും സാഗറിനെയും വേണമെങ്കിൽ ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാമായിരുന്നു, എങ്കിലും ദുഷ്ടശക്തികൾ ഞങ്ങളെ തന്നെ വെറുതെ വിടുന്നില്ല, നിങ്ങളും കൂടി അതിനിടയ്ക്ക് വന്ന് ബുദ്ധിമുട്ടുണ്ട എന്നാലോചിച്ചിട്ടാണ് വിളിക്കാത്തതെന്ന് കണ്ണൻ പറയുന്നു. അതുകൊണ്ട് മറ്റെങ്ങും വെച്ച് കാണണ്ട, വീട്ടിലേക്ക് തന്നെ വരാൻ പറയുന്നു. വരുമ്പം നീ സാഗറിനെയും കൂട്ടി വന്നോളാൻ കണ്ണൻ പറയുന്നത് കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ മഞ്ജുവിന് ഒരുപാട് സന്തോഷമാകുന്നു. ശരിക്കും പറഞ്ഞാൽ മേഘനും ഉണ്ണിയും ദുർഗയും ഒന്നും തങ്ങളെ അംഗീകരിച്ചില്ലെങ്കിലും കണ്ണനും മഹാലക്ഷ്മിയെ അംഗീകരിക്കാത്തതിൽ സങ്കടമുണ്ടായിരുന്നു മഞ്ജുവിനും സാഗറിനും. എന്നാൽ ഇപ്പോൾ അംഗീകരിച്ചു എന്ന് മാത്രമല്ല വീട്ടിലും മനസ്സിലും അവർക്കൊരു സ്ഥാനം കൊടുക്കുന്നു എന്നുള്ളൊരു സന്തോഷം. മുമ്പാണെങ്കിൽ ജോലി നഷ്ടമായ സമയത്ത് തുണിക്കടയിൽ നിന്നും മേഘനാണെങ്കിൽ മഞ്ജുവിൻ്റെ ജോലി ഇല്ലാതാക്കി, തൊട്ടു പിന്നാലെ മഹാലക്ഷ്മി കൂലിപ്പണിക്ക് വന്ന സാഗറിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത് മഞ്ജുവിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. അതിൻ്റെ പേര് കണ്ണനോടും മഹാലക്ഷ്മിയോടും അല്പം ഹാർഷായിട്ട് സംസാരിച്ചുവെങ്കിലും തെറ്റിദ്ധാരണകളെല്ലാം മാറിയപ്പോൾ ആ വിഷമവും അതോടെ മാറിക്കഴിഞ്ഞു. കണ്ണന് നടക്കാൻ സാധിച്ചു എന്നുള്ള കാര്യം ഇതുവരെ ശത്രുക്കൾ ആരും അറിഞ്ഞിട്ടില്ല. ഇനി
സാഗറിനെയും മഞ്ജുവിനെയും ബന്ധുക്കളായിട്ട് അംഗീകരിച്ചു എന്നുള്ള കാര്യം അറിയുമ്പോൾ എങ്ങനെ സഹിക്കുമെന്നറിയില്ല ശത്രുക്കൾ. അവരുടെ മനസ്സിൽ ഇപ്പോഴും എങ്ങനെയെങ്കിലും മേഘനയും മഞ്ജുവിനെയും ഒന്നിപ്പിച്ചതിന് ശേഷം സാഗറിനെ അടിച്ചു പുറത്താക്കണമെന്നാണ്. അതിലൂടെ കണ്ണൻ്റെ സ്വത്തുക്കൾ നേടിയെടുക്കുന്നത് മേഘനിലേക്ക് തന്നെ എത്തിച്ചേർക്കണമെന്നും ആഗ്രഹപ്പെടുന്നു അമ്മാവൻ്റെ മകൻ എന്നുള്ള പരിഗണനയിൽ. അപ്പോൾ എന്തൊക്കെയാകുമെന്ന് കാത്തിരിക്കാം.